അപ്പോൾ നമ്മളിപ്പോൾ KSREC വെബ്സൈറ്റ് മുഖേന എങ്ങനെയാണ് നമ്മളിതിൻ്റെ ലോഗിൻ ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു വാക്ക് ത്രൂ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ള കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റും ലിങ്കൊക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് നമ്മൾ ലിങ്കിനകത്ത് ഒരു ചെറിയ എഡിറ്റിംഗ് നടത്തണം. അപ്പോൾ ആദ്യം നമുക്ക് ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് എടുക്കാം. ഇതിൽ HTTPS ആയിരിക്കും ഡിഫോൾട്ട് ആയിട്ട് വരിക. അതിന് പകരം HTTP എന്നുള്ള ലിങ്കിലായിരിക്കണം നമ്മൾ ആ ട്രാക്ക് കയറാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഇവിടെ നോക്കണം, ഇതിപ്പോഴും സെക്യൂർഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഇവിടെ ഡബിൾ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ HTTPS തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിനെ നമ്മൾ എഡിറ്റ് ചെയ്ത് എൻ്റർ ചെയ്താലാണ് നമുക്ക് ഇവിടെ നോട്ട് സെക്യൂർ എന്ന് കാണണം. ഈ നോട്ട് സെക്യൂർ എന്നുള്ള സംഭവം കാണുന്ന സമയത്ത് മാത്രമേ ഈ വെബ്സൈറ്റിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് ഒരു ലോഗിൻ ഇഷ്യൂവിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് അറിയാൻ വേണ്ടി, അത് ചെയ്യാൻ പറ്റുന്നത് എക്സിയുടെ ലോഗിനിൽ മാത്രമാണ്. നമ്മുടെ എക്സിമാർക്ക് എല്ലാവർക്കും LB കോഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എക്സൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അവരുടെ LB കോഡും പാസ്വേഡും അവൈലബിൾ ആയിരിക്കും. അപ്പം ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ചൊവ്വന്നൂരത്തെ തന്നെ LB കോഡും ആണ്. അപ്പം അത് വെച്ച് നമ്മൾ എൻ്റർ ചെയ്യാണ്. ഇത് HTTP എന്നുള്ള ഇതിൽ ചെയ്താൽ മാത്രമേ നമുക്ക് വെബ്സൈറ്റിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഉള്ള ഒരു എൻട്രിയും ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിനകത്ത് യു ആർ എൻട്രിങ് ആൻ അൺഓതറൈസ്ഡ് സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എറർ കാണിച്ചിട്ട് നമ്മൾ പുറത്താവും. അപ്പോൾ നമ്മൾ ഇത് അടിച്ചിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സിയുടെ ലോഗിനിൽ കയറാൻ പറ്റും. എക്സിയുടെ ലോഗിനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് യൂസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ യൂസർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് തരുന്ന ഓപ്ഷൻസ് ആണ് ആഡ് ഓർ അപ്ഡേറ്റ് ഡിവൈസ് ID, ആഡ് യൂസർ, ആഡ് ചാർജ്, ആഡ് അഡീഷണൽ ചാർജ്, അസൈൻ നോഡൽ ഓഫീസർ, റിലീവ് ചാർജ് എന്ന് പറയുന്ന ഓപ്ഷൻസ്. അപ്പോൾ ഈ ഓപ്ഷൻസിൽ ഇപ്പോൾ നമുക്ക് എന്താണോ അപ്പോഴത്തെ ആവശ്യമുള്ളത് ആവശ്യത്തിനനുസരിച്ച് ഉള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു മൊബൈൽ അപ്ഡേഷൻ ആണ് സംഭവം എന്നുണ്ടെങ്കിൽ ആഡ് ഓർ അപ്ഡേറ്റ് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കണം. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഈ വെബ്സൈറ്റ് സെക്യൂർഡ് വെബ്സൈറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പെൻ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏതാളുടെ പെൻ നമ്പർ അടിച്ചു കൊടുത്താലും അതിനകത്ത് ഇങ്ങനെ ഒരു എറർ കാണിക്കും, പ്ലീസ് എൻ്റർ എ വാലിഡ് പെൻ നമ്പർ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും സെക്യൂർഡ് ആയിട്ടുള്ള HTTPS ആയിരിക്കും ഇതിൻ്റെ ഈ പറഞ്ഞ വെബ്സൈറ്റ് ലോഗിനിലുള്ള ഇത് കിടക്കുന്നത്. ഈ എസ് നമ്മൾ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മുടെ ഈ വെബ്സൈറ്റിലേക്ക് കയറി അതിനകത്ത് ഈ നോട്ട് സെക്യൂർ എന്ന് പറയുന്ന ടാഗ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഓഫീസറുടെ പെൻ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കീഴിലുള്ള സർവേ ചെയ്ത ആളുകളുടെയും ഓഫീസേഴ്സിൻ്റെയും പെൻ നമ്പർ, അതേപോലെ അവരുടെ ഡിവൈസ് ID, അവരുടെ സ്റ്റാറ്റസ്, ഇതെല്ലാം നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റുന്നു മാത്രമല്ല ഇതിനകത്ത് നമുക്കൊരു ഡിവൈസ് ചേഞ്ച് ആണെങ്കിൽ അതിനകത്ത് ആഡ് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിവിടെ ആഡ് ഡിവൈസ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ എൻ്റർ ന്യൂ ഡിവൈസ് ID എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിനകത്ത് കൊടുത്ത് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പുതിയ ഡിവൈസിലേക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഫോൺ നമ്പർ അപ്ഡേഷൻസ് ആണെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് എന്ന് പറയുന്ന എഡിറ്റ് ഫോൺ നമ്പർ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് താഴെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇപ്പം നമ്മുടെ ചിലപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ലോഗിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ എയുടെ ഓഫീസർ എന്ന് പറയുന്ന ടാഗിനും പകരം സർവേയർ തന്നെയാവും എടുക്കുന്നുണ്ടാവുക. എല്ലാ ഇതും സർവേയർ തന്നെയായിട്ട് ഇരിക്കുന്നുണ്ടാവും. അങ്ങനത്തെ കേസിൽ നമുക്ക് ആക്ച്വലി എയുടെ ലോഗിൻ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിനെ എഡിറ്റ് സ്റ്റാറ്റസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സർവേയർ എന്ന് പറയുന്ന ഓപ്ഷൻ മാറ്റി ഓഫീസർ ആക്കാൻ സാധിക്കും. ഇതിനകത്ത് നമുക്ക് ഓഫീസർ ആക്കണോ സർവേയർ ആക്കണോ എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ അതിൻ്റെ എഡിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് നമുക്കിപ്പോൾ വരുന്ന ഒരു 70% പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഈ പറഞ്ഞ ഇതിൽ തന്നെ അവൈലബിൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ ഇപ്പോൾ ഇതിനകത്തുള്ള ബാക്കി ഓപ്ഷൻസും നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ ഏതാണ്ട് ക്ലിയർ ആയി ഈ പറഞ്ഞ സാധനം അപ്ഡേറ്റ് ചെയ്താൽ മതി. നമ്മൾ ഏതാ സ്റ്റാറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിനകത്ത് വർക്ക് ചെയ്തോളൂ.
അതേപോലെ ഇതിനകത്ത് മൾട്ടിപ്പിൾ, ഇനിയിപ്പോൾ യൂസറിനെ പുതിയത് ആഡ് ചെയ്യണമെങ്കിൽ അപ്പോഴും ഈ പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇതിനകത്ത് എല്ലാത്തിലും നോക്കേണ്ട കാര്യം, നമ്മളൊരു എൻട്രി അടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് HTTPS ആണ് ഡിഫോൾട്ടായിട്ട് വരിക. അതിനെ ഡിലീറ്റ് ചെയ്ത് HTTP എന്നുള്ള ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ആഡ് ചെയ്യാനും ഇതിലെ തുടർന്നുള്ള പ്രവർത്തികൾ ചെയ്യാനും സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇത് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തന്നെ ഏതാണ്ട് നമുക്ക് AXI ലോഗിൻ യൂസ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊരു ചെറിയൊരു ഈ പറഞ്ഞ ലോഗിൻ ഇഷ്യൂസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഇൻഫോർമേഷൻ ഷെയറിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് എങ്ങനെയുണ്ട്, ഞാനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം.